പല ഓർമ്മകളും നമുക്ക് ആസ്വാദകമാവാറുണ്ട്. അതിൽ ചിലപ്പോൾ വിഷമങ്ങളുണ്ടാവും, പക്ഷെ അതിൽ എന്തൊല്ലാത്തൊരു മാധുര്യമുള്ളൊരു വിഷമമുണ്ടാവും. ഈ വളഞ്ഞു പുളഞ്ഞ പർവ്വതപാതയിൽ ഒരു ആമ്പൽ പ്രകാശം പരത്തിക്കൊണ്ട് സൂര്യൻ ആകാശത്ത് മെല്ലെ താഴ്ന്നു. പഞ്ഞിക്കിടക്ക പോലുള്ള മേഘത്തിൽ സൂര്യൻ ഒളിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറിൽ ആക്സിലേറ്റർ മെല്ലെ ഒന്ന് കൂട്ടി. എഞ്ചിൻ്റെ മുഴക്കം അതിങ്ങനെ പ്രതിധ്വനിച്ചു ആ മലയിടക്കിൽ. എനിക്ക് തോന്നി, ഇപ്പോൾ ഇതാകുന്ന എൻ്റെ സങ്കേതം. പശ്ചിമഘട്ടത്തിലൂടെ ഏകാന്തമായ ഒരു യാത്ര. ഇവിടെ വഴിയും ചിന്തകളും മാത്രം അവശേഷിപ്പിച്ച് ലോകം ചുരുങ്ങിപ്പോയിരിക്കുന്ന പോലെ. കുത്തനെയുള്ള പാതയിലൂടെ ഞാൻ കയറുമ്പോൾ ഓർമ്മകൾ എന്നിലേക്കൊഴുകി. എൻ്റെ പിതാവ് ആദ്യമായി തന്ന ഒരു ബൈക്കിനെ കുറിച്ചാണ് ശരിക്കും ഞാൻ ഓർത്തുപോയത്. അതുമായി റെഡിന് കൊണ്ടുപോകുന്നത് റോഡിൻ്റെ നിരപ്പുകളെ കീഴടക്കാൻ വേണ്ടി ആവേശമുണ്ടായിരുന്നൊരു പ്രായം. ജീവിതകാലം മുഴുവൻ ആവേശം ജ്വലിപ്പിച്ച സ്വതന്ത്രബോധം എന്നിവ ഞാനിങ്ങനെ ഓർത്തു. എന്നാൽ ഇന്ന് വ്യത്യസ്തമായിരിക്കുന്നു. ഉപ്പ മരിച്ചിട്ട് 1 വർഷത്തോളമായി. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയ ഞാൻ വണ്ടി നിർത്തിയിറങ്ങി. താഴെയുള്ള താഴ്വരയുടെ വിശാലമായ കാഴ്ച എന്തൊരു മനോഹരമാണ്. മരതക വനങ്ങളുടെയും തിളങ്ങുന്ന നദികളുടെയും വളഞ്ഞു നിവർന്നു വരുന്ന വഴിയുടെയും മുകൾ കാഴ്ചകൾ കാണാൻ എത്ര മനോഹരം. മരങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് മന്ത്രിച്ചുകൊണ്ട് എന്നെ തഴുകിയപ്പോൾ ഞാൻ അടുത്തുള്ള പാറയിലൊന്നിരുന്നു. കണ്ണുകളടച്ചു ആ നിശബ്ദതയിൽ. ജ്ഞാനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വാക്കുകൾ വാഗ്ദാനം ചെയ്യുന്ന എൻ്റെ ഉപ്പയുടെ ശബ്ദം എനിക്കൊക്കെ കേൾക്കാമായിരുന്നു. ഒരു കണ്ണുനീർ ഞാൻ അറിയാതെ പുറത്തേക്കൊഴുകി. എൻ്റെ കവിളിലൂടെ അതൊരു വഴി കണ്ടെത്തി. ശരിക്കു പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എൻ്റെ സങ്കടത്തിൽ നിന്ന് ഓടിപ്പോകുകയായിരുന്നു. ജോലിയിലും മറ്റു ദിനചര്യയിലും സ്വയം കുഴിച്ചിടുകയായിരുന്നു എൻ്റെ സങ്കടങ്ങളെ. പക്ഷേ ഇവിടെ പ്രകൃതിയുടെ ആലിംഗനത്തിടയിൽ ഞാൻ സ്വയം അനുഭവിക്കാൻ അനുവദിച്ചു ആ സങ്കടങ്ങളെ. സൂര്യൻ ചക്രവാളത്തിന് താഴെ മുങ്ങി പിങ്ക് വിമാന നിറങ്ങളിൽ ആകാശം വരച്ചപ്പോൾ ഞാൻ നിന്നുകൊണ്ട് ഒരു ദീർഘശ്വാസമെടുത്തു. എനിക്ക് ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിൽ സ്വയം മന്ത്രിച്ച നേരം, പക്ഷേ വർത്തമാനകാലത്തെ ആശ്ലേഷിച്ച് എൻ്റെ ഉപ്പയുടെ ഓർമ്മകളെ ബഹുമാനിക്കാൻ, ആ ഓർമ്മകളെ തലോടാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ ഞാൻ എൻ്റെ ബൈക്കിൽ കയറി എൻജിൻ പുനർജീവിപ്പിച്ചു. ശബ്ദം മലയിടുക്കുകളിൽ പ്രതിധ്വനിച്ചു. എൻ്റെ യാത്ര തുടർന്നു.